ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഓണൊക്കെ അല്ലേ വന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, മമ്മിയുണ്ട് കേട്ടോ. അനിയൻ സ്കൂളിൽ പോയി കാണാൻ, അവൻ എക്സാം ഉണ്ട് ഇന്ന് കൂടി. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അവൻ കടയിലേക്ക് വന്നോളൂ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ മാത്രമല്ല പോകുന്നത്, വേറെ കുറച്ച് സ്ഥലത്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏപ്രിൽ മാസത്തിലാണ് ഉത്സവം ഉണ്ടാവുക. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, തൊടുപുഴ. ആ 10 ദിവസം കുഞ്ഞിലെയാണ് ഈ അമ്പലത്തിൽ എന്നും വരുമായിരുന്നു കേട്ടോ. നല്ല രസമാണ്. കടകളൊക്കെ അങ്ങ് ദൂരെ തൊട്ടുണ്ട്, നിറയെ കടകളൊക്കെ ആയിട്ട് വലിയ വലിയ പരിപാടി ആഘോഷമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇപ്പം അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നടന്ന് ഇവിടെയാണ് വന്നേക്കുന്നത് കേട്ടോ. NIC, നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ്. പപ്പയുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവരെ ഓണപരിപാടി ആഘോഷമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. പിന്നെ 1 മണിക്കൂറെങ്ങാണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അവർ ഫോട്ടോ എടുക്കലും പിന്നെ എന്തൊക്കെയോ കളികൾ, കസേരകളി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതാണ് അവരിട്ടേക്കുന്ന പൂക്കളോട്ടോ. അവരെല്ലാവരും കൂടി ഫോട്ടോയോ വീഡിയോ ഇതൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറമായിട്ട് അവരുടെ ഗെയിംസ് എന്തൊക്കെയുണ്ട്, കസേരകളിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് അവരെ അങ്ങോട്ട് പോയി. ഇവിടെ 1-2 സാറുമാരുണ്ട്, ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളൊരു 1.5 മണിക്കൂർ ഏകദേശം ഇരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതിൻ്റെയൊക്കെ കൂടെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് നേരം ലേറ്റ് ആയെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ ഒരു വിളക്ക്, ഞാനാണെങ്കിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് വിളക്ക് അമ്പലത്തിലേക്ക് കൊടുത്തേക്കാന്ന്. അപ്പോൾ ഒരു വിളക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. വിളക്കും ഒരു കിണ്ടിയും. പിന്നെ ഇതാ അവിടെ നിന്നാണ് നമ്മൾ ഇതാ കടയിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇത് അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പോൾ അനിയനെയും കിട്ടിയിട്ടോ വഴിയിൽ നിന്ന്. അവൻ എക്സാം കഴിഞ്ഞിട്ട് തൊടുപുഴയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ അതാ നമ്മൾ 3 പേരോട് കൂടി ആണ് അകത്തേക്ക് കയറിയത്. ഇഷ്ടംപോലെ കളക്ഷനാണ്, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് ലേഡീസ് ഐറ്റംസ് ആണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ടോപ്പുകളാണ്, പല മോഡൽ, പല റേറ്റ്, ഇഷ്ടംപോലെ തുണിയുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണേലും നോക്കിയെടുക്കാവേ. എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ഡൗട്ടാണ് ഏതെടുക്കുമെന്ന്. അതായത് ഞാനിങ്ങനെ തപ്പി നടക്കാൻ കേട്ടോ. ഞാനും ഉണ്ട്, അനിയനും ഉണ്ട്. മമ്മിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ എവിടെയോ സൈഡിൽ കൂടെ നടപ്പുണ്ട്. അപ്പം ഞാനും അനിയനും കൂടിയാണ് എനിക്കുള്ളത് തപ്പുന്നത് കേട്ടോ. എനിക്കിങ്ങനത്തെ പാവാടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ കാണുമ്പോഴത്തേക്കും ഡൗട്ട്, ഏതെടുക്കണം ഇങ്ങനെ. അപ്പം അനിയൻ പറയുന്നുണ്ട്, നീ ഇതെടുക്ക്. പിന്നെ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ഒരു സെയിൽസ് ഒരു ചേച്ചി കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അത് തപ്പിക്കൊണ്ടിരുന്നത്. ഇതാ തപ്പി വന്നപ്പോഴത്തേക്കും മമ്മീനെ കിട്ടിയിട്ടുണ്ട്. മമ്മി ഇതാ അപ്പുറേന്ന് കറങ്ങി എൻ്റെ ബാക്കിലെത്തിയായിരുന്നു കേട്ടോ, തപ്പി. പിന്നെ ഇതാ കുറേ പാവാടയൊക്കെ വെച്ച് നോക്കി. ഓരോന്ന് കാണുമ്പോൾ എല്ലാം ഇഷ്ടപ്പെടുവാണ്. ഇതൊക്കെ ഒരു 300-1000 റേറ്റിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം അതാ ഇതുണ്ട്, ഇത് അങ്ങോട്ട് ഫുള്ള് പാവാടയാണ് കിടക്കുന്നത് കേട്ടോ. ഇത്രയും കാണുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ആണല്ലോ, ഏതെടുക്കുന്നത്. അതിപ്പോൾ ഏത് കയ്യിലിരുന്നാലും നമ്മൾ വീണ്ടും തപ്പുമല്ലോ. അങ്ങനെയായിരുന്നു കേട്ടോ അവസ്ഥ. കുറേ തപ്പി. പിന്നെ എന്താ ഈ ഒരു സൈഡിൽ ഫുള്ള് ജീൻസ് ആണ്, പല മോഡല്, പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അത് എടുക്കണില്ലാന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് വീണ്ടും വന്നത് ആ പാവാടപ്പ് തുടങ്ങിയിട്ട്. ഇത് ലോങ് സ്കേർട്ടാണ്. അപ്പോൾ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചെറുത് മതി എന്ന് പറഞ്ഞ് ആ ചേച്ചി എന്നെ കൊണ്ട് മടുത്ത് കേട്ടോ. പിന്നെ അത് ആ ചേച്ചി മടുത്ത് പോയി. പിന്നെ ഞാനും അനിയനും കൂടിയായിട്ട് അപ്പോൾ പിന്നെ ഏതെടുത്താലും നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണല്ലോ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഒരു പാവാടയൊക്കെ എടുത്തു. പിന്നെ ഇതാ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് തപ്പുവാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ സൈസ് അധികമായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ 2 പേർക്ക് കയറാൻ അതിട്ടാൽ അതുപോലെ സൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതായി കിടക്കുന്ന മുഴുവൻ ടോപ്പാണ്. ഇത് ഇങ്ങോട്ട് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഫുള്ള് ചുറ്റും ഇത് തന്നെയാണ്. ക്രോപ്പ് ടോപ്പുകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു. ഇതിലിപ്പോൾ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. മമ്മി പറയുന്നുണ്ട് അധികം ഒന്നും മേടിച്ചു കൂട്ടണ്ട, ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ഒരു ഇഷ്ടം പോകുമല്ലോ, പിന്നെ അതങ്ങ് മാറ്റി വെക്കും. അതുകൊണ്ട് ഏതെങ്കിലും 1-2 എടുത്താൽ മതി, അധികം ഒന്നും എടുക്കേണ്ടെന്ന് മമ്മി പറയുന്നുണ്ട്. പിന്നെ അതാ തപ്പി അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ടോപ്പാണ്. ഇത് ഏതെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എനിക്ക് ഏത് കണ്ടാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നോക്കുമ്പോഴത്തേക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം ഞാനതങ്ങ് വയ്ക്കും. ലാസ്റ്റ് മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ട നീ തപ്പിയെടുത്തോ, എന്നെ കൂട്ടണ്ട, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇതാ മമ്മി തപ്പുവാണ്. നമ്മുടെ കസിൻസ് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് ഇതാ മമ്മി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നടക്കുകയാണ്, തപ്പി ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ വീണ്ടും ഈ സെക്ഷനിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് കറങ്ങിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാവാട എനിക്ക് പണ്ട് ഈ സെയിം സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനിയനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതെനിക്ക് ഉണ്ടായിരുന്നു, നീ ഓർക്കുന്നുണ്ടെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കണേ, വാ പോകാം. അവൻ ഇങ്ങനെ അധികം നേരം തപ്പിക്കൊണ്ട് നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവന് ഇങ്ങനെ
ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക അങ്ങോട്ട് പോകുക, അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ കളറോ മെറ്റീരിയലോ ഒന്നും അവൻ നോക്കത്തില്ല. പക്ഷെ നമ്മൾ പെൺപിള്ളേർ എങ്ങനെയല്ലല്ലോ, നമ്മൾ കുറച്ചധികം നോക്കൂല, ഫാഷനും മോഡലൊക്കെ നോക്കിയിട്ടുള്ള നമ്മൾ എടുക്കത്തുള്ളൂ. ഇത് ഫുള്ള് ടോപ്പാണ്. എനിക്കിതെല്ലാം കൂടി കാണുമ്പോൾ എല്ലാം കൂടി വാരിയും എടുക്കാൻ തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ തപ്പി തപ്പി നടക്കും. കൈ നല്ലതിരുന്നാലും വീണ്ടും തപ്പണം കേട്ടോ. അങ്ങനെയാണ് കുറേ നേരം അങ്ങനെ വെറുതെ കളഞ്ഞു കേട്ടോ. അപ്പോൾ മമ്മി അവർക്കൊക്കെയുള്ള എടുത്തു, ഞാനാണ് എനിക്കെടുക്കാതെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൈസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വലുതാണ്. മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ആ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറക്കവും കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ വേണ്ട ആ ഒരു ഡിസൈൻ, അത് ആ കോളറിലുള്ള ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് സൈസ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ളതെല്ലാം വെള്ളയാണ്. എനിക്ക് 3-4 ഉണ്ട് ഇങ്ങനെ വെള്ള തന്നെ കേട്ടോ. മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് വെള്ള, കറുപ്പ്, റെഡ്, ഈ 3 കളർ ഒഴിച്ച് നീ എന്ത് വേണേലും എടുത്തോളാൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണിൽ പെടുന്ന എല്ലാം ഈ റെഡും ഈ ബ്ലാക്കും വൈറ്റൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഞാൻ സങ്കടത്തോടെ ഇതങ്ങ് വെച്ചുവിട്ടു. ഈ സെയിം സാധനം എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഈ ഒരു സെയിം മെറ്റീരിയൽ. അപ്പോൾ ഞാൻ മമ്മീനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇത് കൂട്ട് എനിക്കുണ്ടായിരുന്നു, ഇത് കൂട്ട് ഒരെണ്ണം കൂടെ എടുത്താലും മമ്മിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി പറയുന്നുണ്ട് ഉള്ളത് കൂട്ട് പിന്നെ എന്തിനാണ് എടുക്കണത്, അവിടെ വെക്കുമെന്ന് പറഞ്ഞ് മമ്മി അനിയനും നിൽക്കുകയാണ്. ഇവർക്കൊക്കെ വേഗം വേഗം പോകണം, എനിക്കാണെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കണം കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ബട്ടൺസ് ഒന്നും അല്ലേ, അത് ഇങ്ങനെ, അതായത് ഞാനിപ്പോൾ കൈ പിടിച്ചേക്കുന്നില്ല, അത് ബട്ടൺസ് അല്ല, അതിങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷെ നല്ല രസമുണ്ട്. അവിടെ ഞാൻ ആദ്യമേ ഓർത്ത് ഓപ്പൺ ആണെന്നാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ മമ്മി എന്നെ കൂടെ എടുക്കാൻ സമ്മതിച്ചില്ല ഗെയ്സ്. മമ്മി പറയുന്നത് കൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതവിടെ വെച്ചിട്ട് അതിന് റേറ്റും കുറവായിരുന്നു, 600 എങ്ങാണ്ട് 600 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് വരുവാണ്. ഇവിടെ നമുക്ക് പപ്പായ്ക്കും അനിയനും കൂടി ഉള്ളത് എടുക്കണം. ഈ മുകളിലേക്ക് കയറി പോണ സ്റ്റെപ്പിൽ ഫുള്ള് ഇങ്ങനെ ട്രോളി ബാഗൊക്കെ അടുക്കി വെച്ചേക്കാണ്. എല്ലാ സാധനത്തിനും ഓഫറാണ്. ഇതൊക്കെ ബെഡാണെന്ന് തോന്നുന്നുണ്ട്, ബെഡൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ മമ്മി പപ്പായ്ക്കുള്ള മുണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ അച്ഛനും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോറിൽ ഫുള്ള് ബോയ്സിൻ്റെയാണ്, ഷർട്ടും ജീൻസും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മീനെ അനിയനെയും കാണാനില്ല. ഞാൻ തപ്പി പിടിച്ച് നടക്കുക, രണ്ടുപേരും എന്ത് ചെയ്യുന്നു. അപ്പം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും കിട്ടിയിട്ടുണ്ട്. അവർ ഷർട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പപ്പായ്ക്ക് വേണ്ടിയിട്ടുള്ളത്. മമ്മിയാണെങ്കിൽ പപ്പായ്ക്കുള്ള ഷർട്ടും മുണ്ടും പാൻറ്റൊക്കെ എടുത്തിട്ട് അനിയൻ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊരു ടീഷർട്ടും കൂടി വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരവിടെ നിന്ന് തപ്പുവാണേ. അപ്പോൾ ഞാൻ പുറകെ പോയേക്കുന്നുണ്ട് ഏത് എടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ. അനിയനാണെങ്കിൽ ഏതിലൊരെണ്ണം കണ്ടാൽ അതിങ്ങ് എടുത്തോണ്ട് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അവൻ ഏതൊക്കെയോ എടുത്ത് തപ്പി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ ഏതാ എടുത്തതെന്ന്. മിക്കവാറും ബ്ലാക്ക് ആയിരിക്കും കേട്ടോ, അവന് ഇഷ്ടം ബ്ലാക്കാണ്. ബ്ലാക്ക് തന്നെയാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവന് 1-2 ടീഷർട്ടൊക്കെ എടുത്തു. പിന്നെ താഴെ വന്നിട്ട് കുറച്ച് ടൗലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ബസ്സിൽ നേരെ കയറി വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ.